പോളിയും ആണ് അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നത്. രാജീവ് പിള്ള ആദ്യ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെ പറയാം. ആദ്യ മത്സരത്തിൽ അദ്ദേഹം ചെന്നൈ റൈനോസിനെതിരെ ബാറ്റ് ചെയ്ത രീതി, ആ ഒരു ബാറ്റിംഗ് മികവ് ഇവിടെയും തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 129 എന്നുള്ള സ്കോർ മറികടക്കാൻ അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് സാധിക്കും. ആദ്യ പന്ത് ബൗണ്ടറി, ആദ്യ പന്ത് തന്നെ ദുൽഖയുടെ ബോളിംഗിൽ പോളി, നിവിൻ പോളി ബൗണ്ടറിയിലോട്ട് പായിച്ച ആദ്യ ബൗണ്ടറി അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി നേടി. അമ്മ കേരള സ്ട്രൈക്കേഴ്സ് ഒരു പന്ത് കഴിഞ്ഞപ്പോൾ 4 റൺസ്, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല. നവീൻ പോളിയും രവി, രാജീവ് പിള്ള നോൺ സ്ട്രൈക്ക് രണ്ടിൽ ബാറ്റ് ചെയ്യുന്നു. സണ്ണി ദുൽഖ മുംബൈ ഹീറോസിന്റെ ബോളർ. നല്ലൊരു പന്തായിരുന്നു. നവീൻ പോളി വളരെ മികച്ച രീതിയിൽ ആ പന്ത് ഡിഫൻസ് കളിച്ചു. 6.40 എന്ന ആ ഒരു റൺ റേറ്റിലാണ് ഈ ഒരു സ്കോറ് മറികടക്കേണ്ടത്. 129 എന്നുള്ള ആ ഒരു ലക്ഷ്യവുമായി അമ്മ കേരള സ്ട്രൈക്കേഴ്സ് ബാറ്റിങ്ങിനിറങ്ങി. ആദ്യ പന്ത് തന്നെ ബൗണ്ടറിയിലോട്ട് പായിച്ചുകൊണ്ട് ഒരു മികച്ച തുടക്കം തുടങ്ങിയിരിക്കുന്നു. സണ്ണി ദുൽഖയുടെ രണ്ടാമത്തെ പന്ത് സ്ലിപ്പിലൂടെ തേർഡ് മാൻ ബൗണ്ടറിയിലോട്ട് പോയി. ഒരു റൺ കൂടി അമ്മ കേരള സ്ട്രൈക്കേഴ്സ് നേടിയിട്ടുണ്ട്. 3 പന്ത് കഴിഞ്ഞപ്പോൾ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് 5 റൺസ്, വിക്കറ്റ് ഒന്നും നഷ്ടമായിട്ടില്ല. ആദ്യ ബൗണ്ടറി ലെഗ് ബൈ 4 റൺസും വീണ്ടും 1 റണ്ണ് ബൈയിലൂടെയുമാണ് അമ്മ കേരള സ്ട്രൈക്കേഴ്സ് നേടിയത്. നവീൻ പോളി ഇപ്പോൾ നോൺ സ്ട്രൈക്ക് രണ്ടിൽ ബാറ്റ് ചെയ്യുന്നു. രാജീവ് പിള്ള ബാറ്റിങ്ങിന് തയ്യാറെടുത്തു കഴിഞ്ഞു. സുനിൽ ഷെട്ടി, മുംബൈ ഹീറോസിന്റെ ക്യാപ്റ്റൻ സുനിൽ ഷെട്ടി ഫീൽഡിംഗ് സെറ്റ് ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാ പ്രതിഭകളും കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മത്സരം കാണാനും അമ്മ കേരള സ്ട്രൈക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും. വീണ്ടും ഒരു ഓവർ ത്രോ, 2 റണ്ണ്. അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ സ്കോർ 7 റൺസ് ആയിരിക്കുകയാണ്. രവി പിള്ളയാണ് 2 റൺസ് നേടുക. ഒരു ഡയറക്റ്റ് ഹിറ്റിന് സണ്ണി ദുൽഖ ശ്രമിച്ചുവെങ്കിലും സ്റ്റമ്പിൽ കൊള്ളാതെ പണ്ട് വീണ്ടും തേർഡ് മാനിലോട്ട് പോവുകയും 2 റൺസ്, 1 റണ്ണ് ബാറ്റിങ്ങിലൂടെയും 1 റൺ ഓവർ ത്രോയിലൂടെയും ലഭിക്കുകയും രാജീവ് പിള്ള വീണ്ടും വളരെ മനോഹരമായൊരു ഡിഫൻസ്. ആ ഡിഫൻസിലൂടെ വീണ്ടും മിഡ് ഓണിലോട്ട്. ഇവിടെ വിശേഷിപ്പിക്കാവുന്ന ഇവരുടെ ആ ഒരു റൺ ഇൻ ബിറ്റ്വീൻ വിക്കറ്റ്സ് ആണ്. എല്ലാ രീതിയിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. 1 റണ്ണും കൂടി അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് നേടാൻ സാധിച്ചു. 8 റൺസ്, വിക്കറ്റ് ഒന്നും നഷ്ടമായിട്ടില്ല. രാജീവ് പിള്ള 3 റൺസോടുകൂടിയും പോളി റൺസ് ഒന്നും എടുത്തിട്ടില്ല. ആദ്യ ഓവറിലെ അവസാന പന്താണ്. ബോൾ ചെയ്യുന്ന സണ്ണി ദുൽഖ, ബാറ്റ് ചെയ്യുന്ന നവീൻ പോളി. മുംബൈ ഹീറോസിന്റെ സ്കോറായ 128 മറികടക്കാനായിട്ട് ഒരു നല്ല തുടക്കം തന്നെയാണ് അമ്മ കേരള സ്ട്രൈക്കേഴ്സ്. ആദ്യ ഓവർ പിന്നിട്ടപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് 8 റൺസ്, വിക്കറ്റ് ഒന്നും നഷ്ടമായിട്ടില്ല. ബോളേഴ്സിനെ അത് കണ്ടമാനം അത് പ്രതികൂലമായി ബാധിക്കും. ഇവിടെ കാണുന്നത് ആദ്യത്തെ ഓവറിൽ തന്നെ നമ്മുടെ റൺ റേറ്റ്, വേണ്ട റൺ റേറ്റ് 6.45 ആണെങ്കിൽ തന്നെ ആദ്യത്തെ ഓവറിൽ തന്നെ വളരെ ഭംഗിയായി അവർ 8 റൺസ് എടുത്തിരിക്കുകയാണ്. ഒരു ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ഓടുന്നതിൽ ചില റിസ്ക് എടുത്തെങ്കിലും തീർച്ചയായിട്ടും കേരള സ്ട്രൈക്കേഴ്സ് വളരെ ഭംഗിയായിട്ട് അവരുടെ 1ാം ഓവർ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ റിത്തേഷ് മറ്റേ എൻഡിൽ നിന്നും വരികയാണ്.
റിത്തേഷ് റോഡിൻ്റെ നിന്ന് വരികയാണ്. റൈറ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹത്തെ ഫേസ് ചെയ്യുന്നത് രാജീവ് പിള്ളയാണ്. റിത്തേഷ് അവരുടെ ബോളിങ്ങിൽ അവരുടെ ബാറ്റിംഗ് സമയത്ത് പോലും നല്ലൊരു സ്കോർ 15 റൺസ് എടുത്തെങ്കിലും വളരെ ഭംഗിയായിട്ട് അങ്ങേര് ആ മിഡിൽ ഓർഡറിൽ കളിച്ചിരുന്നു. റിത്തേഷിൻ്റെ ഒന്നാമത്തെ ബോള് ഔട്ട് സൈഡ് ദ ലെഗ് സ്റ്റംപ്, അതൊരു വൈഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമ്പയർ ദണ്ഡപാണി. ആ ഒരു ബോൾ വൈഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടോട്ടൽ 9 ആയിരിക്കുകയാണ്. വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ആണുള്ളത്. എന്തിനായാലും നല്ലൊരു തുടക്കം തന്നെയാണ് കേരള സ്ട്രൈക്കേഴ്സ് ചെയ്തിരിക്കുന്നത്. രാജേഷ് അദ്ദേഹത്തിന് രണ്ടാമത്തെ ബോൾ ചെയ്യുന്നു. നല്ലൊരു ഗുഡ് ലെങ്ത് ബോളായിരുന്നു. അതിലൊന്നും രാജേഷ് പിള്ളയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഒരു 6.4 ഇഞ്ച് എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഒരു 6 ഓവറിൽ തീർച്ചയായിട്ടും ഒരു 8 റൺസിൻ്റെ ഒരു ആവറേജ് വെച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 48-50 റൺ വരികയാണെങ്കിൽ ഈ 129 റൺസ് എന്നുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും നമുക്ക് വളരെ ഭംഗിയായിട്ട് നേടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രൗഡൊക്കെ വളരെ അക്ഷമരായിട്ട് നോക്കി നിൽക്കുകയാണ്. ഒരു നല്ലൊരു ഷോട്ട് രാജീവ് പിള്ളിയുടെ കവറിലേക്ക് കൂടി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടിൽ കൂടി കവറിലേക്ക് കൂടി 4 റൺസ് പോയിരിക്കുകയാണ്. അങ്ങനെ കേരള ടോട്ടൽ 13 വന്നിരിക്കുകയാണ്. ഒരു മനോഹരമായൊരു ക്രിക്കറ്റ് ഷോട്ട് എന്ന് തന്നെ പറയാം. ബാക്ക് ഫുട്ടിൽ കവറിലൂടെ രാജീവ് പിള്ള. ഇവിടെ രാജീവ് പിള്ളയുടെ ആ ഒരു ബാറ്റിംഗ് വിശേഷമാണ്. ബാക്ക് ഫുട്ടിൽ അദ്ദേഹം അനായാസം ആ ഒരു ഗ്യാപ്പ് പിക്ക് ചെയ്ത് കവറിലും മിഡ് ഓഫിനും ഇടയിൽ കൂടി ബൗണ്ടറി പായിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ച ഒരു ഷോട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. രാജീവ് പിള്ള 7 റൺസോടുകൂടിയും പൗളി റൺസ് ഒന്നും എടുത്തിട്ടില്ല. അമ്മ കേരള സ്ട്രൈക്കേഴ്സ് 13 റൺസ്, വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ. രണ്ടാമത്തെ ഓവർ ബോൾ ചെയ്യുന്നത് റിതേഷാണ്. റിതേഷിന്റെ രണ്ടാമത്തെ പന്താണ് രാജീവ് പിള്ള ബൗണ്ടറിയിലോട്ട് പായിച്ചത്. വീണ്ടും റിതേഷ് ലെഗ് സൈഡിൽ ഫ്ലിക്ക് ചെയ്ത് ഫൈൻ ലെഗിലോട്ട് 2 റൺസ്. ഇവിടെ മനോഹരമായൊരു റണ്ണിംഗ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ ബാറ്റ്സ്മാൻമാർ വളരെ ചുറുചുറുക്കോടുകൂടി 2 റൺസ് നേടി. വളരെ മികച്ച ഒരു റണ്ണിംഗ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് എന്ന് തന്നെ പറയാം. രണ്ടാം റണ്ണ് ലക്ഷ്യമിട്ട് തന്നെ ആദ്യ റണ്ണിന് ഓടുകയും അത് പൂർത്തീകരിക്കുന്ന രീതിയിൽ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് 15 റൺസിന്, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല. റിതേഷിന്റെ പന്ത് ഒരു ഷോട്ടിന് ശ്രമിച്ചെങ്കിലും ബാറ്റിൽ കൊണ്ടില്ല. രണ്ടാമത്തെ ഓവർ റിതേഷാണ് മുംബൈ സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബോൾ ചെയ്യുന്നത്. രാജീവ് പിള്ള 9 റൺസോടുകൂടി ബാറ്റ് ചെയ്യുന്നു. പൗളി റൺസ് ഒന്നും എടുത്തിട്ടില്ല. നല്ല ഒരു തുടക്കം, പ്രത്യേകിച്ച് ആദ്യത്തെ 6 ഓവർ പവർ പ്ലേയിൽ നല്ലൊരു റൺസ് പടുത്തുയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ 129 എന്നുള്ള സ്കോർ മറികടക്കാൻ അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് അനായാസം സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും തീർച്ചയായിട്ടും അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് ഒരു വിജയം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിക്കും. ഒരു നല്ല പന്ത് തന്നെയാണ്. രണ്ടാം ഓവർ പൂർത്തിയായപ്പോൾ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് 15 റൺസിന്, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല.